Yes. So I hope everybody can see the screen. So balanced diet, what it is. So what do you mean by diet? So the daily with the food which what we are having, it is called a diet. Okay, നമ്മൾ daily കഴിക്കുന്ന ഫുഡിനെയാണ് diet എന്ന് പറയുന്നത്. So then what do you mean by balanced diet? For proper growth and maintenance of good health. So our diet should have what all the nutrients that our body needs. അല്ലേ, നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ന്യൂട്രിയൻസും അടങ്ങിയ ഭക്ഷണത്തിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, ബാലൻസ്ഡ് ഡയറ്റ്. ഓക്കെ, ദ ഡയറ്റ് വിച്ച് കണ്ടെയ്ൻ ഓൾ ദ ന്യൂട്രിയൻസ് ഇൻ റൈറ്റ് ക്വാണ്ടിറ്റീസ്. ഓക്കെ, ക്ലിയർ? ദ ഫുഡ് വിച്ച് ഈസ് കണ്ടെയ്നിങ് all the nutrients in right quantities which is needed by our body for our daily activities. അല്ലെ, ഡെയിലി ആക്ടിവിറ്റീസിനും ഗ്രോത്തിനും മെയിൻ്റനൻസ് ഓഫ് ഗുഡ് ഹെൽത്ത്, ആരോഗ്യത്തിനും ഡെയിലി ആക്ടിവിറ്റീസിനും വളർച്ചയ്ക്കും ആവശ്യമായിട്ടുള്ള നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് ശരിയായ രീതിയിൽ അടങ്ങിയിരിക്കുന്ന ഭക്ഷണത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബാലൻസ്ഡ് ഡയറ്റ്. The diet which contains adequate amount of nutrients in right quantities which is needed by our body for what? For growth, maintenance of good health and the energy needed for our daily activities. So such a diet is called what? Balanced diet. I hope it's clear. Now you can do one activity. നിങ്ങൾ വീട്ടിലിരുന്ന് ജസ്റ്റ് ചെയ്ത് നോക്കി. You can do one activity. What it is? Prepare a chart of whatever you eat over a period of week. Okay? Check whether all the nutrients mentioned are present. നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്യുക. Okay? If interested, you can do this activity. നിങ്ങൾ ഒരാഴ്ച കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ഒരു ചാർട്ട് ഉണ്ടാക്കുക. Monday, Tuesday എന്തൊക്കെ ഫുഡ് കഴിച്ചു. And check whether it contains all the nutrients. അല്ലെ, നിങ്ങളൊക്കെ ഇപ്പൊ ചെറിയ കുട്ടികളാണല്ലേ, നിങ്ങൾക്കൊക്കെ പ്രോപ്പർ ഗ്രോത്തിന് വേണ്ടി നിങ്ങൾക്ക് എല്ലാ ന്യൂട്രിയൻസും ആവശ്യമാണല്ലോ അല്ലെ, കാർബോഹൈഡ്രേറ്റ്സും വൈറ്റമിൻസും മിനറൽസും എല്ലാം നിങ്ങളുടെ ബോഡിക്ക് ആവശ്യമാണ്. സോ വാട്ട് എവർ ഫുഡ് യു ആർ ഈറ്റിംഗ്, യു ക്യാൻ ഒബ്സർവ് ഫോർ എ പീരിയഡ് ഓഫ് വീക്ക്. ഓക്കെ, സോ ചെക്ക് ആൻഡ് വെദർ ഓൾ ദ ന്യൂട്രിയൻസ് ഇറ്റ് ഈസ് കണ്ടെയ്നിങ്. ഓക്കെ, ഇല്ലാന്നുണ്ടെങ്കിൽ യു ക്യാൻ ചേഞ്ച് യുവർ ഡയറ്റ്. ഓക്കെ, സോ ദെൻ വി വിൽ സീ വാട്ട് ആർ ദ ഫുഡ്സ് വിച്ച് ക്യാൻ ബി കൺസിഡർ ആസ് ബാലൻസ്ഡ് ഡയറ്റ്. സോ എന്തൊക്കെയാണ്? സോ ബാലൻസ് ഡയറ്റ് എന്ന് പറയാൻ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, സോ ഇറ്റ് ഈസ് വെരി എക്സ്പെൻസീവ് അല്ലേ, ഭയങ്കര ഹൈഫൈ ആയിട്ടുള്ള ഫുഡ് ആയിരിക്കും. ഇസ് ഇറ്റ് സോ? നോ. സോ നമുക്ക് ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഫുഡിൽ നിന്നെല്ലാം നമുക്ക് ബാലൻസ് ഡയറ്റ് കിട്ടുന്നുണ്ട്. എന്തൊക്കെയാണ്? ലൈക്ക് പൾസസ്, ഗ്രൗണ്ട് നട്ട്, സോയാബീൻ, സ്പ്രൗട്ടഡ് സീഡ്സ്, ഫെർമെന്റഡ് ഫുഡ്സ്. ഫെർമെന്റഡ് ഫുഡ്സിന് എന്താ വരിക? നമുക്ക് ഇഡ്ലി, ദോശ നമ്മൾ കഴിക്കുന്നില്ലേ, പുട്ട്, അപ്പം, പിന്നെന്താണ്, റോട്ടി, ചപ്പാത്തി, ബനാന, സ്പിനച്ച് എന്ന് പറഞ്ഞ ചീര, ശർക്കര, പിന്നെ വാട്ട് എവർ അവൈലബിൾ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്. ഇതിൽ നിന്നൊക്കെ എന്താ നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഡെയിലി നമുക്ക് ആക്ടിവിറ്റീസിന് അല്ലെങ്കിൽ ഗ്രോത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ ന്യൂട്രിയൻസും നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മളൊക്കെ ആണെങ്കിൽ നമ്മൾ ഡെയിലി റൈസ് ആണ്, എന്ന് നമുക്ക് ചോറാണ് അല്ലെ, ചോറിൽ നിന്ന് നമുക്ക് വാട്ട് യു ആർ ഗെറ്റിംഗ്, കാർബോഹൈഡ്രേറ്റ് കിട്ടുന്നുണ്ട്. സെൻ മോർണിംഗിൽ നമ്മൾ എന്താണ്, ഉഴുന്ന്, എന്താണ്, ഇഡലി ദോശ ഒക്കെ കഴിക്കുമ്പോൾ അതിനകത്ത് എന്താണുള്ളത്, ഉഴുന്ന്, അരി അല്ലെ, അതിൽ നിന്ന് നമുക്ക് കാർബോഹൈഡ്രേറ്റും പ്രോട്ടീൻസും കിട്ടുന്നുണ്ട് അല്ലെ. ദെൻ വി ആർ ഹാവിങ് മീറ്റ്, പിന്നെ മുട്ട കഴിക്കുന്നുണ്ട്, അതിൽ നിന്ന് പ്രോട്ടീൻസ്, വൈറ്റമിൻസ് ഒക്കെ കിട്ടുന്നുണ്ട്. പിന്നെ എന്താണ്, നമ്മൾ എന്നും ഉച്ചയ്ക്ക് നമുക്ക് ചോറിന്റെ കൂടെ എന്താണ്, വി വിൽ ബി ഹാവിങ് വൺ വെജിറ്റബിൾ അല്ലെ, വെജിറ്റബിൾ ഉണ്ടാവും. സോ അതിൽ നിന്നെല്ലാം വി ആർ ഗെറ്റിംഗ് വൈറ്റമിൻസ്. ക്യാരറ്റ് കഴിക്കുമ്പോൾ വൈറ്റമിൻ എ കിട്ടുന്നുണ്ട്. പിന്നെ ശർക്കരയിൽ നിന്ന് എന്താണ് നമുക്ക് കിട്ടുന്നത്, വി ആർ ഗെറ്റിംഗ് അയൺ കണ്ടന്റ്. പിന്നെ സ്പിനാച്ച്, ചീര ഒക്കെ കഴിക്കുമ്പോൾ എന്താണ്, വൈറ്റമിൻസ് കിട്ടുന്നുണ്ട്. ഇറ്റ് ഇസ് എ റിച്ച് സോഴ്സ് ഓഫ് വാട്ട്, ഇത് അയൺ അല്ലെ. പിന്നെ നമ്മൾ പാല് കുടിക്കുന്നുണ്ട്, ദെൻ അതിൽ നിന്ന് നമുക്ക് എന്താ കിട്ടുന്നത്, വി ആർ ഗെറ്റിംഗ് ഇനഫ് എമൗണ്ട് ഓഫ് കാൽഷ്യം അല്ലെ. ഫ്രൂട്ട്സിൽ നിന്ന് വി ആർ ഗെറ്റിംഗ് എന്താണ്, ലൈക്ക് ഓറഞ്ചിൽ നിന്ന് ലെമൺ ഒക്കെ കഴിക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്, വൈറ്റമിൻ സി വി ആർ ഗെറ്റിംഗ് അല്ലെ. പിന്നെ എന്താണ്, മീറ്റും അല്ലെ, ചിക്കൻ അല്ലെങ്കിൽ മട്ടൺ അതുപോലത്തെ ഐറ്റംസ് കഴിക്കുമ്പോൾ വി ആർ ഗെറ്റിംഗ് ഫാറ്റ്, പ്രോട്ടീൻസ്, ഇതെല്ലാം കിട്ടുന്നുണ്ട്. സോ ദീസ് ആർ ഓൾ ലൈക്ക് ഇറ്റ് ഈസ് നോട്ട് വെരി എക്സ്പെൻസീവ് അല്ലെ. ഇങ്ങനെയൊക്കെയുള്ള ഫുഡുകളെ നമ്മൾ ബാലൻസ് ചെയ്തിട്ട് ഒരു ദിവസം നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻസ്, മിനറൽസ്, വൈറ്റമിൻസ് ഒക്കെ കിട്ടാൻ വേണ്ടി ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഫുഡുകൾ കഴിച്ചു, നോട്ട് വെരി എക്സ്പെൻസീവ് അല്ലെ. ഇങ്ങനത്തെ ഒരു ഫുഡ് നമ്മുടെ ഡെയിലി ഡയറ്റിൽ ഉൾപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ വി വിൽ ബി ഗെറ്റിംഗ് വാട്ട്, എ ബാലൻസ്ഡ് ഡയറ്റ് which is needed for our what, proper growth and maintenance of good health.
Okay, so pulses, groundnuts, soybean, sprouted seeds. Sprouted seeds എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പയറൊക്കെ മുളപ്പിച്ച് കഴിക്കില്ലേ? So പയറൊക്കെ മുളപ്പിച്ച് കഴിക്കുന്ന സമയത്ത് we are getting enough amount of proteins, minerals. Okay, then fermented foods. What it is? Idli, dosha, അതുപോലത്തെ items. Okay, then roti, chapati. Okay, banana. Then spinach, ചീര ചീര പോലുള്ള പച്ചയിലകളൊക്കെ കഴിക്കില്ലേ? ചീര, മുരിങ്ങയില അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ, ജാഗരി, ശർക്കര, അവൈലബിൾ വെജിറ്റബിൾസ്, വാട്ട് എവർ ഇറ്റ് ഈസ് അവൈലബിൾ. ദെൻ ഫ്രൂട്ട്സ്, സീസൺ വൈസ് ഏതൊക്കെ ഫ്രൂട്ട്സ് കിട്ടും, ഇതെല്ലാം നമ്മൾ ഡെയിലി നമ്മൾ കുറച്ച് കുറച്ച് കഴിച്ചു കഴിഞ്ഞാൽ വി വിൽ ബി ഗെറ്റിംഗ് ഓൾ ദ ന്യൂട്രിയൻസ് വിച്ച് ഈസ് നീഡഡ് ബൈ അവർ ബോഡി. ഓക്കെ, സോ therefore one can eat a balanced diet without expensive food materials. അല്ലെ, നമ്മൾ വലിയ പൈസ ഒന്നും കൊടുക്കേണ്ടി വരില്ല. These we can manage with what all food we are getting daily. അല്ലെ, നമുക്ക് ഡെയിലി അവൈലബിൾ ആയിട്ടുള്ള ഫുഡ് കൊണ്ട് തന്നെ നമുക്ക് ഒരു ബാലൻസ്ഡ് ഡയറ്റ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും അല്ലെ. സോ eating the right kind of food is not enough. It should be cooked properly so that its nutrients are not lost. So നമ്മള് ഫുഡ് കഴിക്കുന്നതുകൊണ്ട് മാത്രമായില്ല, എന്താണ് ഇപ്പൊ വെജിറ്റബിൾസ് ഒക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട് കുക്ക് ചെയ്തല്ലോ. ചിലർ കണ്ടിട്ടുണ്ടാവും കട്ട് ചെയ്തതിന് ശേഷം വെജിറ്റബിൾസ് വാഷ് ചെയ്യുന്നത്. സോ അപ്പൊ എന്താ സംഭവിക്കുക, അതിനുള്ള ന്യൂട്രിയൻസ് ഒക്കെ നമുക്ക് ലോസ്റ്റ് ആവുകയാണ് ചെയ്തത്. സോ റൈറ്റ് കൈൻഡ് ഓഫ് കുക്കിംഗ് ഈസ് ഓൾസോ നീഡഡ് അല്ലേ. സം ന്യൂട്രിയൻസ് ഗെറ്റ് ലോസ്റ്റ് ഇൻ ദ പ്രോസസ് ഓഫ് കുക്കിംഗ് ആൻഡ് പ്രിപ്പറേഷൻസ്. നമ്മൾ അറിയാതെ ചിലപ്പോൾ കുക്ക് ചെയ്യുന്ന രീതിയിലും അല്ലെങ്കിൽ വാഷിങ്ങിലൊക്കെ ചില നമ്മുടെ വെജിറ്റബിൾസിലും അല്ലെങ്കിൽ ഫ്രൂട്ട്സിലും ഉള്ള ന്യൂട്രിയൻസ് ഒക്കെ നമുക്ക് കിട്ടാതെ വരും. സോ നമ്മൾ ഇത് കഴിച്ചതുകൊണ്ട് മാത്രം പോരാ, എന്താണ് ശ്രദ്ധിക്കേണ്ടത്, കുക്കിങ്ങിലും വാഷിങ്ങിലും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. എന്നാലേ ഉള്ളൂ നമുക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് നമ്മുടെ ബോഡിക്ക് കിട്ടുകയുള്ളൂ. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. നൗ യു ക്യാൻ വാച്ച് ദിസ് വീഡിയോ ഓൾസോ. Balanced diet. We need energy for various external as well as internal such food is called balanced diet. Basically, a single food item is not sufficient to provide all the nutrients. Each of which is greater amount of energy giving substances such as carbohydrate and fats. Even the definition of balanced diet changes with age. Even at the same age, different people may not have same diet. For example, a
jawar and ragi, use of sprouted seeds, use of fruits like banana, apple, green vegetables, fermented can also cause removal of nutrients. If excess water is used during cooking, then also some nutrients get removed. Do you think eating junk food is right choice? No, it is not. In fact, it often causes problems such as obesity. If a particular for longer time, then it leads to undernutrition or undernourishment. Likewise, getting too much of nutrient causes overnourishment or also called overnutrition. Also essential for everyone's body. So I hope you understood all the concepts in this video very well. So children, I hope it's clear what you mean by a balanced diet, isn't it?